Hi everyone, this is Abin from Evika. അങ്ങനെ നമ്മുടെ iOS 16.1ന്റെ ഡെവലപ്പർ ബീറ്റ 4 ഇപ്പോൾ നമുക്ക് റിലീസ് ആയിട്ടുണ്ട്. ഈ ഒരു അപ്ഡേഷൻ നമുക്ക് വന്നിരിക്കുന്നത് 429 MB-ലാണ് ഐഫോൺ 11-ൽ. അത് പല ഡിവൈസിലും പല സൈസിലായിട്ടായിരിക്കും ഈ ഒരു അപ്ഡേഷൻ വരുന്നത്. ആ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ആപ്പിൾ iPadOS 16 ബീറ്റ 11 റിലീസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ iPadOS 16.1 ബീറ്റ 5 റിലീസ് ചെയ്യുന്നുണ്ട്, macOS 13 ബീറ്റ 10 റിലീസ് ചെയ്യുന്നുണ്ട്, tvOS 16.1 ബീറ്റ 4ഉം നമുക്കിപ്പോൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ബീറ്റ അപ്ഡേഷൻ റിലീസ് ലിസ്റ്റിൽ നമുക്ക് ഒരു പുതിയ വാച്ച് OSൻ്റെ മാത്രം ഒരു അപ്ഡേഷൻ ഇപ്പോൾ വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ iOS 16.1 ഡെവലപ്പർ ബീറ്റ 4ൻ്റെ വിശേഷങ്ങൾ പറയാൻ തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെ എല്ലാവരും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് വരുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പം തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റും. അപ്പോൾ തുടക്കം തന്നെ നമുക്ക് ഈ ഒരു ബിൽ നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ നേരെ സെറ്റിങ്സിലേക്ക് പോവാം. അവിടെ സെറ്റിങ്സിൽ ജനറൽ, അവിടെ എബൌട്ട് സെക്ഷനിൽ പോയി നമ്മുടെ സോഫ്റ്റ് വേർഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും 20B5064C എന്ന്. അതായത് നമുക്കിനി 1-2 ബീറ്റ അപ്ഡേഷനേ ഉണ്ടാവുള്ളൂ നമ്മുടെ ഈ പറയുന്ന iOS 16.1ൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റിനായിട്ട്. പിന്നീട് ഈ ഒരു പെർട്ടിക്കുലർ അപ്ഡേഷനിൽ നമ്മുടെ iPhone 14 സീരീസിൽ മാത്രമാണ് നമുക്കൊരു പുതിയ മോഡേൺ ഫേംവെയറിൻ്റെ അപ്ഡേഷൻ വന്നിരിക്കുന്നത്. വേറെ ഡിവൈസുകൾക്കൊന്നും ഈ ഒരു ബീറ്റയിൽ നമുക്കൊരു പുതിയ മോഡേൺ ഫേംവെയർ ഒന്നും വന്നിട്ടില്ല. പിന്നീട് വന്ന ആദ്യത്തെ മാറ്റം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ iPhone 14 Pro സീരീസിലുള്ള ആ ഒരു ഡൈനാമിക് ഐലൻഡിലാണ്. ഡൈനാമിക് ഐലൻഡ് നമ്മുടെ ഈ പറഞ്ഞ വാൾപേപ്പേഴ്സ് അനുസരിച്ച് ചിലപ്പോൾ നമുക്ക് മാറ്റങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ ലൈറ്റർ ആയിട്ടുള്ള വാൾപേപ്പറാണ് ഇട്ടിരുന്നതെങ്കിൽ നമ്മുടെ iPhone 14 Pro സീരീസിലെ ആ ഒരു ഡൈനാമിക് ഐലൻഡ് നമുക്ക് അവിടെ മനസ്സിലാവും. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഡാർക്ക് മോഡ് മാറ്റി കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ ഈ പറയുന്ന iPhone 14 Pro സീരീസിൽ നമുക്ക് ഡൈനാമിക് ഐലൻഡ് ഒരു വൈറ്റ് ആയിട്ടുള്ള ആ ഒരു വാൾപേപ്പറാണ്. നമുക്ക് ആ ഡൈനാമിക് ഐലൻഡ് കറക്റ്റായിട്ട് മനസ്സിലാവും. പക്ഷേ നമ്മുടെ ഈ പറയുന്ന ഡാർക്ക് മോഡിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ബ്ലാക്ക് വാൾപേപ്പറിലാണെങ്കിലോ നമുക്ക് ഈ പറയുന്ന ഡൈനാമിക് ഐലൻഡ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഔട്ട്ലൈൻ ഇപ്പോൾ ഈ പറയുന്ന ഡൈനാമിക് ഐലൻഡിൽ വരുന്നുണ്ട്. അത് iPhone 14 Pro സീരീസിൽ മാത്രമാണ് ആ ഒരു ചേഞ്ച് വന്നിരിക്കുന്നത്. പിന്നീട് വന്ന മാറ്റം നമ്മുടെ AirPods 1ൽ ഒരു ഫീച്ചർ ഉണ്ടായിരുന്നു, അഡാപ്റ്റീവ് ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞ ഒരു മോഡ്. നമ്മുടെ ഈ പറഞ്ഞ എയർപോഡ്സ് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ സെറ്റിങ്സിൽ നമുക്ക് എയർപോഡ്സിൻ്റെ ഒരു ഓപ്ഷൻ കാണിക്കും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എയർപോഡ്സ് പ്രോയും എയർപോഡ്സ് മാക്സും യൂസേഴ്സിന് ഒരു അഡാപ്റ്റീവ് ട്രാൻസ്പെറൻസി മോഡ് ഉണ്ടായിരുന്നു. ആ ഒരു ട്രാൻസ്പെറൻസി മോഡ് ഇപ്പോൾ ഈ പറഞ്ഞ എയർപോഡ്സ് Pro 1ലും അതേപോലെ തന്നെ മാക്സിലും അവരുടെ അടുത്ത് മാറ്റിയിരിക്കുകയാണ്. അതെന്തോ ബഗ്ഗാണ് എന്നാണ് നമ്മുടെ വൺ ഓഫ് ദ ടോപ്പ് ലീക്കറായ മാർക്ക് ഗർമൻ പറയുന്നത്. അടുത്ത വന്ന മാറ്റം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ iPhone 14 സീരീസിൽ നമുക്ക് ഈ പറയുന്ന സാറ്റലൈറ്റ് കണക്ടിവിറ്റിയുടെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ആ ഒരു ഓപ്ഷൻ നമ്മുടെ ഈ പറയുന്ന iOS 16.1ൻ്റെ ആ ഒരു ഒഫീഷ്യൽ റിലീസോടെ ആപ്പിൾ പുഷ് ചെയ്യും എന്നാണ് പറയുന്നത്. ഈ ഒരു സാറ്റലൈറ്റ് കണക്ടിവിറ്റി നമ്മുടെ ഇന്ത്യയിലൊന്നുമില്ല, നമുക്ക് ഈ പറയുന്ന അമേരിക്കയിലും കാനഡയിലും മാത്രമാണ് ഈ പറയുന്ന സാറ്റലൈറ്റ് കണക്ടിവിറ്റി നമുക്ക് ലഭിക്കുന്നത്. പിന്നീട് നമുക്ക് ബഗ് ഫിക്സസിൻ്റെ കാര്യം പറയുമ്പോൾ ബഗ് ഫിക്സസിൽ അത്യാവശ്യം നല്ലൊരു ബഗ് ഫിക്സ് നമുക്ക് ഈ ഒരു അപ്ഡേഷനിൽ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്ന ബഗ് ഫിക്സ് നമ്മുടെ മ്യൂസിക്കിലാണ്. നമ്മളിപ്പോൾ മ്യൂസിക് എടുക്കുക, ആ ഒരു മ്യൂസിക് ഞാനിപ്പോൾ ഒരു പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ മ്യൂസിക് പ്ലേ ചെയ്യുക, അതിനുശേഷം ഞാൻ നമ്മുടെ ലോക്ക് സ്ക്രീൻ എടുക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ആ ഒരു മ്യൂസിക്കിൻ്റെ ആർട്ട് കവർ കാണാൻ പറ്റും. ഞാൻ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആ ഒരു കുലുക്കം, അവൻ്റെ ഒരു ചാട്ടം ഇപ്പോൾ നിന്നിട്ടുണ്ട്. നോക്കിക്കോട്ടോ, കണ്ടോ? ഇപ്പോൾ ആ ഒരു സ്മൂത്ത് ആനിമേഷൻ ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഞാൻ കുറച്ച് ബ്രൈറ്റ്നെസ് കൂട്ടിയിട്ട് കാണിച്ചില്ല, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇപ്പോൾ ഞാൻ ടാപ്പ് ചെയ്യുമ്പോൾ ആ ഒരു ആനിമേഷൻ കറക്റ്റായിട്ട് ആ ഒരു ഫ്ലോയിൽ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ നേരത്തെ ഉണ്ടായ ആ ഒരു അപ്ഡേഷനിൽ ഈ ഒരു മ്യൂസിക് ആപ്പിൽ വരുന്ന ആ ഒരു ബഗ്ഗും ആപ്പിൾ നൈസായിട്ട് റിസോൾവ് ചെയ്തിട്ടുണ്ട്. പിന്നീട് വന്ന മാറ്റം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എയർ ഡ്രോപ്പ് കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഈ പറഞ്ഞ സെയിം ആപ്പിൾ ID ഡിവൈസിലേക്കാണെങ്കിലും അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഡിവൈസിലേക്കാണെങ്കിലും നമ്മൾ എയർ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ആ ഒരു എയർ ഡ്രോപ്പ് കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ടുണ്ട്.
പിന്നീട് വന്ന കാര്യങ്ങളാണ് നമ്മുടെ സ്റ്റോറേജ് ബഗിൽ നമ്മൾ കൺട്രോളിൽ പോവുക. അവിടെ കൺട്രോൾ സെൻറ്ററിൽ പോയിട്ട് നമുക്ക് ഈ പറയുന്ന ഈ ഐഫോൺ സ്റ്റോറേജ് എടുക്കുക. അവിടെ നമ്മൾ താഴത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റും നമ്മുടെ ഈ ഒരു സ്റ്റോറേജ് ഇപ്പോഴും ലോഡ് ചെയ്യുന്നില്ല. കുറേ നേരം എടുത്തിട്ടാണ് ഈ ഒരു സ്റ്റോറേജ് ലോഡായത്. പിന്നീട് ഞാൻ താഴത്തേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ iOS ഡാറ്റ 8.91 GB iOS ഡാറ്റ കാണിക്കുന്നത്. സിസ്റ്റം ഡാറ്റ ഇപ്പോഴും കാണിക്കുന്നില്ല. സിസ്റ്റം ഡാറ്റ കാണിക്കുന്നത് 0 KB. ഈ ഒരു ബഗ് കുറേയധികം കൂട്ടുകാർക്കുണ്ട്. ഇത് നമുക്ക് iOS 16.1 ഒഫീഷ്യൽ അപ്ഡേറ്റിൽ ഈ ഒരു ബഗ് മാക്സിമം ആപ്പിൽ റിസോൾവ് ചെയ്യും എന്ന് കരുതാം. കാരണം കുറേയധികം കൂട്ടുകാർക്ക് ഈ ഒരു സ്റ്റോറേജിൻ്റെ ബഗ് കാരണം കുറേ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പിന്നീട് നമ്മുടെ ഈ ഒരു iOS 16.1 ബീറ്റ 4 ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു അപ്ഡേഷനിൽ പെർഫോമൻസ് കുറച്ചധികം നന്നായിട്ട് ഒപ്റ്റിമൈസ്ഡ് ആയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിക്കുള്ള ആ ഒരു ഫീഡ്ബാക്ക് നമ്മുടെ ഈ ഒരു ഡിവൈസ് ഈ ഒരു ടച്ച് ചെയ്യുന്നു അതേപോലെ സെലക്ഷനൊക്കെ നമുക്ക് വരുന്നുണ്ട്. നമ്മുടെ ആപ്പ് എടുക്കുമ്പോഴും അതേപോലെ നമ്മുടെ ഓരോ ആപ്സ് എടുക്കുമ്പോഴും ആ ഒരു ആപ്സിന് വരുന്ന ആ ഒരു ഓപ്പണിംഗ് ടൈമിംഗ് ഒക്കെ കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഗീക്ബെഞ്ച് സ്കോർ റിസൾട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ വരുന്ന സിംഗിൾ കോറിൽ വരുന്നത് 1335 മൾട്ടി കോറിൽ വരുന്നത് 3419 അത്യാവശ്യം നല്ല രീതിക്കുള്ള പെർഫോമൻസ് അല്ലെങ്കിൽ ഒപ്റ്റിമൈസേഷൻ ഈ ഒരു ബേറ്റിലുണ്ട്. ഞാൻ നല്ല സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു പെർഫോമൻസിൽ. പിന്നീട് ബാറ്ററിയുടെ കാര്യം പറയുമ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാർ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ ഈ iOS ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നമുക്ക് അപ്പോൾ തന്നെ ഒരു ബാറ്ററിയുടെ പെർസെൻറ്റേജ് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു 3-4 ദിവസം തറവായിട്ട് യൂസ് ചെയ്താലാണ് നമുക്ക് ഈ പറയുന്ന ബാറ്ററി പെർസെൻറ്റേജിൽ നമുക്കൊരു റഫ് ഫിഗർ കിട്ടുള്ളൂ. പിന്നീട് ഈ ഒരു കാര്യം ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ പറയാറുണ്ട്. എന്നാലും പുതിയതായി കാണുന്ന എല്ലാ കൂട്ടുകാർക്കും മനസ്സിലാവാൻ വേണ്ടിയാണ് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ iOS 16 വരുന്ന ഒരു ഒപ്റ്റിമൈസ്ഡ് ബാറ്ററിയുടെ ആ ഒരു ഓപ്ഷൻ കാരണമാണ് നമ്മുടെ ഈ ഒരു ബാറ്ററി പെർസെൻറ്റേജ് ചാർട്ടിൽ അല്ലെങ്കിൽ ഈ ഒരു ലോഗിൽ നമുക്ക് ഈ ഒരു പോസ് ബട്ടൺ കാണിക്കുന്നത്. ഈ ഒരു പോസ് ബട്ടൺ കാണിക്കുന്നത് എന്താ വെച്ചാൽ എൻ്റെ ഡിവൈസ് ബാറ്ററി ചാർജ് ചെയ്യുന്ന സമയത്ത് ചൂടാകുകയോ അല്ലെങ്കിൽ എൻ്റെ ML അതായത് മെഷീൻ ലേണിംഗ് ഉപയോഗിച്ച് എൻ്റെ ഡിവൈസ് നമ്മുടെ ഈ ഒരു ചാർജിങ് കുറച്ച് നേരം സ്റ്റോപ്പ് ചെയ്യുമ്പോഴാണ് ഈ ഒരു ബാറ്ററി ലോഗിൽ നമുക്ക് ഈ ഒരു പോസ് ബട്ടൺ കാണുന്നത്. അപ്പോൾ ഇത്ര നേരം തൊട്ട് ഇത്ര നേരം വരെ എൻ്റെ ബാറ്ററി ചാർജിങ് പോസ് ചെയ്യും. അതിനുശേഷമുള്ള ആ ഒരു തണ്ടർ ഐക്കണിലാണ് എൻ്റെ ഡിവൈസ് പിന്നീട് ചാർജ് ചെയ്യാൻ തുടങ്ങുന്നത്. അത് നമ്മുടെ ഡിവൈസിൻ്റെ ഈ പറയുന്ന ML അഥവാ മെഷീൻ ലേണിംഗ് ഉപയോഗിച്ചുകൊണ്ടുള്ള ചെറിയൊരു ട്രിക്കാണ്. പിന്നീട് നമ്മുടെ iOS 16.0.3 എന്ന് റിലീസ് ആവുമെന്ന് ചോദിച്ചാൽ കുറേ കൂട്ടുകാർ പറയുന്നുണ്ട് ഈ ഒരു ഫ്രൈഡേക്കുള്ളിൽ നമുക്ക് ഈ iPhone 14 Plus റിലീസാവും. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു iOS 16.0.3 റിലീസാവുമെന്ന് പറയുന്നുണ്ട്. മിക്കവാറും ഈ ഒരു വീക്കെൻഡിൽ അല്ലെങ്കിൽ അടുത്ത വീക്കെൻഡിലുള്ളിൽ നമുക്ക് ആ ഒരു iOS 16.0.3 നമുക്ക് റിലീസാവാൻ ചാൻസ് ഉണ്ട്. ആ ഒരു സോഫ്റ്റ്വെയർ എന്തിനാണ് റിലീസ് ചെയ്യുന്നത് വെച്ചാൽ കുറച്ചധികം ബഗ്ഗുകളും കൂടെ നമ്മുടെ ഈ പറഞ്ഞ iOS 16 കുറേയധികം കൂട്ടുകാർക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബാറ്ററി ഡ്രെയിനിങ്ങും അതേപോലെയുള്ള കുറച്ച് പ്രശ്നങ്ങളോടെ റിസോൾവ് ചെയ്യാനായിട്ടാണ് ആപ്പിൾ iOS 16.0.3 എന്ന് പറഞ്ഞ അപ്ഡേഷൻ റിലീസ് ചെയ്യുന്നത്. അതോടൊപ്പം നമ്മുടെ iOS 16.1 ബീറ്റ 5 എന്നാണ് റിലീസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നെക്സ്റ്റ് വീക്ക് തന്നെ നമുക്ക് ഈ പറഞ്ഞ iOS 16.1 ബീറ്റ 5 നമുക്ക് റിലീസ് ആവാൻ ചാൻസ് ഉണ്ട്. ഒന്നെങ്കിൽ iOS 16.1 ബീറ്റ 5 ആയിരിക്കാം, അല്ലെങ്കിൽ അത് RC റിലീസ് ആവാനും ചാൻസ് ഉണ്ട്. ചില സമയത്ത് നമ്മുടെ ആപ്പിൾ ആ ഒരു A എന്ന് പറയുന്ന ആ ഒരു ബീറ്റ സോഫ്റ്റ്വെയർ ചിലപ്പോൾ സ്കിപ്പ് ചെയ്തിട്ട് നേരെ RC റിലീസിലേക്ക് പോകാറുണ്ട്. പിന്നീട് നമുക്ക് ഈ പറയുന്ന iPadOSഉം പിന്നെ macOS വെഞ്ചൂറയും ഈ പറയുന്ന iOS 16.1ഉം watchOS 9.1 ഒക്കെ ഒരുമിച്ചായിരിക്കും റിലീസ് ആകാൻ പോകുന്നത്. പിന്നീട് ഒന്നെങ്കിൽ ഒക്ടോബറിൽ നമുക്കൊരു ഇവൻറ്റ് കാണാൻ. ഇവൻ്റ് എന്ന് പറഞ്ഞാൽ കുറേയധികം പേര് പറയുന്നത് അതൊരു പ്രസ് റിലീസ് ആയിരിക്കും എന്നാണ് കുറേ പേര് പറയുന്നത്. നമുക്ക് മിക്കവാറും നമ്മുടെ സെപ്റ്റംബറിൽ വന്ന പോലെ ഒരു ഇവൻ്റായിട്ട് നമുക്ക് വരാനും ചാൻസ് ഉണ്ട് എന്നാണ്. അപ്പോൾ ആ ഒരു ഇവൻറ്റിൽ നമുക്ക് പുതിയ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെ ഫുൾ ഫ്ലെഷ് ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ നമുക്ക് എത്രയും വേഗം തന്നെ റിലീസാവുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ പറയുന്ന iOS 16.1 ബീറ്റ 4ൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു.
അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ എനിക്കും നിങ്ങൾക്കും അറിയാവുന്ന പോലെ ഞാൻ റിലീസ് ചെയ്യുന്ന ഓരോ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വരികയും നിങ്ങളത് മറന്നു പോകാതെ കാണുകയും ചെയ്യും. അതോടൊപ്പം ഞാൻ നിങ്ങളെ ഒന്നും കൂടെ നമ്മുടെ ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് വരുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പം തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാം. ആൻഡ് നിങ്ങൾക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴിയും അപ്ഡേഷൻസ് ലഭിക്കണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്കും തൊട്ട് താഴത്ത് കൊടുക്കുന്നുണ്ട്. ഗോ ഫോളോ മീ ഇൻ ഇൻസ്റ്റാഗ്രാം ടു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ഓൾ വീഡിയോ. This is Abin Xavier signing from Evika.